തമിഴ്നാട്ടിലെ കരൂരിൽ സർക്കാർ ആശുപത്രിയിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. 27-കാരിയായ ശ്രുതി ആണ് മരിച്ചത്. ഭർത്താവ് വിശ്രുത് ഒളിവിലാണ്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, നമ്മളിവിടെ വിഭജിക അതുല്യ ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ണൂരിൽ പുഴയിൽ ചാടി മരിച്ച റീമ, ഇതൊക്കെ ഈ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള മരണങ്ങളായി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണിത് കർണാടകയിൽ നിന്നും ഇങ്ങനൊരു വാർത്ത. തമിഴ്നാട്ടിലെ കരൂരിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത. ഇത് എപ്പോൾ സംഭവിച്ചു? ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് എന്ത് പറയുന്നു? അതിവിഷ പുലർച്ചെ ആശുപത്രിയിൽ അതിക്രമിച്ച് കയറിയാണ് ചികിത്സയിലുള്ള ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊല്ലുന്നത്. കരൂരിലെ ആശുപത്രിയിലാണ്, സർക്കാർ ആശുപത്രിയിലാണ് ഈ ഒരു ദാരുണ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിശ്രുതും ഭാര്യ ശ്രുതിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇതിനുശേഷം ശ്രുതിക്ക് മർദ്ദനമേറ്റു. ഇതിനെ തുടർന്നാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇങ്ങനെ ചികിത്സയിലിരിക്കുകയാണ് വീണ്ടും ആ വൈരാഗ്യം തീരാതെ ഈ വിശ്രുത് ആശുപത്രിയിലെത്തി കത്തിയെടുത്ത് 3 തവണ ഈ വിശ്രുതയുടെ വയറിൽ കുത്തുന്നത്. വളരെ ആഴത്തിലുള്ള മുറിവായിരുന്നു. രക്തം വാർന്ന് അവർ മരിക്കുകയാണ് ചെയ്തത്. ഏതായാലും ചികിത്സയിലിരിക്കുകയാണ്. നിരവധി ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പുലർച്ചെ വന്നാണ് ഇയാളിങ്ങനെ ഒരു നിഷ്ഠൂര കൊലപാതകം നടത്തിയത്. ഇതിനുശേഷം വിശ്രുത് ഒളിവിൽ പോവുകയും ചെയ്തു. ഉടൻ തന്നെ കരൂർ ഡിവൈഎസ്പിക്ക് സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചെങ്കിലും ഇയാൾ അപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങളുടെയൊക്കെ പരിശോധിച്ച് ഇയാൾ എവിടെയെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങളിലാണ് പോലീസ് നിലവിലുള്ളത്. ഇരുവരും തമ്മിൽ വളരെ കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ശ്രുതിയുടെ ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മൊഴി. ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും കുടുംബ ബന്ധത്തിലെ താളപ്പിഴകൾ തന്നെയാണ് ഇങ്ങനെ ഒരു നിഷ്ഠൂര കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്. ശരി, കെ.ബി. ശ്രീധരനാണ് തമിഴ്നാട്ടിലെ ക്രൂര കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.